ഗംഗാവലിയുടെ കാണാമറയത്ത് നമ്മുടെ പ്രിയപ്പെട്ട അർജുനെ വിട്ട് മടക്കം. 16-ാം തീയതി രാവിലെ നടന്ന ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിൽ ഏകോപനമില്ലാതെ പോയോ എന്നതാണ് ആദ്യ ചോദ്യം. ചോദ്യം നമ്പർ 2. 17-ാം തീയതി ലോറിയുടമയും ബന്ധുക്കളും അങ്കോളയിലെത്തി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചുവെങ്കിലും 19-ാം തീയതിയാണ് റിപ്പോർട്ട് ചെയ്തത് എന്ന് ഹൈക്കോടതിയിൽ കളവ് പറഞ്ഞത് എന്തിനാണ്? ചോദ്യം നമ്പർ 3. ഇതുപോലൊരു ദുരന്തമുഖത്ത് പരിചയസമ്പത്തില്ലാത്ത ജില്ലാ ഭരണകൂടത്തിന് കഴിയില്ലെന്നറിഞ്ഞിട്ടും ആർമിയെ വിളിക്കാൻ കുടുംബം ആവശ്യപ്പെട്ടിട്ടും 4 നാൾ കാത്തത് എന്തുകൊണ്ടാണ്? ചോദ്യം നമ്പർ 4. ലോറി കാണാതായി എന്നറിഞ്ഞിട്ടും മെറ്റൽ ഡിറ്റക്ടറോ റഡാറോ എത്തിക്കാൻ 5 നാൾ വൈകിയത് എന്തുകൊണ്ടാണ്? ചോദ്യം നമ്പർ 5. ആദ്യഘട്ടത്തിൽ സമ്മർദ്ദമുണ്ടാകും വരെ ദൃശ്യമാധ്യമങ്ങൾക്ക് ദൃശ്യം പകർത്താൻ വിലക്കേർപ്പെടുത്തിയത് എന്തിനാണ്? ചോദ്യം നമ്പർ 6. മാധ്യമങ്ങൾ സമ്മർദ്ദം ചെലുത്തും വരെ ഓഫീസ് ടൈമിൽ മാത്രം രക്ഷാപ്രവർത്തനം നടത്തിയത് എന്തുകൊണ്ടാണ്? ചോദ്യം നമ്പർ 7. കുടുംബാംഗങ്ങൾക്ക് സംഭവ സ്ഥലത്തേക്ക് പോകാനുള്ള അനുമതി പാസ് 10 നാൾ വൈകിയത് എന്തുകൊണ്ടാണ്? ചോദ്യം നമ്പർ 8. 16-ാം തീയതി അപകടം നടന്ന് 1 മണിക്കൂറിനുള്ളിൽ ലോറിയിലെ തടി മറുകരയിലെ ഗ്രാമീണർ ശേഖരിച്ചിട്ടും ആ തടിയിൽ ഡീസലിന്റെ അംശം ഉണ്ടായിരുന്നിട്ടും ആ വിവരം എന്തുകൊണ്ടാണ് പോലീസ് അറിയാതെ പോയത്? ചോദ്യം നമ്പർ 9. എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമുള്ള ആർമി യൂണിറ്റിനു പകരം യന്ത്രസഹായമില്ലാത്ത മറാത്ത യൂണിറ്റിലെ സേനാംഗങ്ങളെ മാത്രം വിളിച്ചത് എന്തിനാണ്? ചോദ്യം നമ്പർ 10. വിദഗ്ധരുടെ സേവനം തേടാതെ സിവിലിയൻ രക്ഷാപ്രവർത്തകരെ ആശ്രയിച്ചത് എന്തിനാണ്? ചോദ്യം നമ്പർ 11. ആരുമായും കൂടിയാലോചിക്കാതെ കാലാവസ്ഥ അനുകൂലമായിട്ടും രക്ഷാപ്രവർത്തനം പൊടുന്നനെ അവസാനിപ്പിച്ചത് എന്തിനാണ്? ചോദ്യം നമ്പർ 12. ജില്ലാ ചുമതലയുള്ള മന്ത്രിയെ ചുമതലയേൽപ്പിക്കാതെ ഒരു MLA-യും പരിചയമില്ലാത്ത ജില്ലാ ഭരണകൂടത്തെയും മാത്രം ചുമതലയേൽപ്പിച്ചത് എന്തിനാണ്? ചോദ്യം നമ്പർ 13. അർജുൻ്റെ അമ്മയ്ക്കും കുടുംബത്തിനും ആര് ഉത്തരം നൽകും? ഉത്തരമില്ലാത്ത മടക്കമോ? പതിമൂന്നാം നാൾ രക്ഷാദൗത്യം പൊടുന്നനെ അവസാനിപ്പിച്ച് താൽക്കാലികമായി എല്ലാവരും ഷിരൂരിൽ നിന്ന് തിരികെ വരുമ്പോൾ അവശേഷിക്കുന്നത് എന്താണ്? എന്ന് രക്ഷാപ്രവർത്തനം ഇനി തുടരും, അഥവാ ഇനി തുടരുമെന്ന് പറയുന്നത് താൽക്കാലികമായി അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു ന്യായീകരണം മാത്രമാണോ? ഇടിഞ്ഞ മണ്ണിനോളം പോന്ന പരിമിതികളുടെ ന്യായീകരണമാണോ നമ്മുടെ മുന്നിലുള്ളത്? ഷിരൂരിൽ നിന്ന് ദീപക് മലയമ്മയും മുബഷിർ പി അക്ബറും ചേരുന്നു തത്സമയം. ആദ്യം മുബഷിർ പി അക്ബറിലേക്ക്. മുബഷിർ പി അക്ബർ, ഏറ്റവും ഒടുവിലത്തെ IB-യിൽ നടന്ന ഉന്നതതല യോഗത്തിൽ മുബഷിർ പി ആണ് MLA വിശദീകരിച്ചത് കേട്ടത്. എന്താണ് മുബഷിർ പി അക്ബർ മനസ്സിലാവുന്നത്? താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു എന്ന മട്ടിൽ സാവധാനം ഈ രക്ഷാദൗത്യം അവസാനിക്കുകയാണോ? ഇപ്പോൾ നിലവിൽ മുബഷിർ പി അക്ബർ ചേരും. അതിനു മുൻപ് ദീപക് മലയമ്മയുണ്ട്. ദീപക് മലയമ്മ, ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്ത് എല്ലാ രക്ഷാപ്രവർത്തനവും അവസാനിപ്പിച്ച് അനാഥമാക്കപ്പെട്ട ദുരന്തഭൂമിയിൽ നിന്നാണ് തത്സമയം ചേരുന്നത്. ദീപക് മലയമ്മ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിൽ നിന്ന് കൂടുതൽ സാങ്കേതിക വിദഗ്ധരെത്തണം. അത് എത്തിയാലും ചില സാങ്കേതിക പരിശോധന നടത്തണം. ഗംഗാവാലി പുഴയിലെ വെള്ളം തെളിയണം. അങ്ങനെ 100 കൂട്ടം പരിമിതികളും സാഹചര്യങ്ങളും ഉപാധികളുമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ. താൽക്കാലികം എന്ന മട്ടിൽ ഈ രക്ഷാപ്രവർത്തനം അവസാനിക്കുകയാണോ ദീപക്? അരുൺകുമാർ, ഈ രക്ഷാപ്രവർത്തനം അവസാനിച്ചു, അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്ന് രാവിലെ മുതൽ ഉള്ള നീക്കങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കൃത്യമായ ബോധ്യം കിട്ടും. അതായത് ആദ്യഘട്ടത്തിൽ ഈ ഈശ്വർ മാൽപേ ആ മേഖലയിലേക്ക് എത്താൻ താമസമെടുക്കുന്നത് നമ്മൾ കണ്ടു. വന്നിട്ട് അദ്ദേഹം ആ നദിയിലേക്ക് ഇറങ്ങുന്നതിന് വലിയ തരത്തിൽ താമസമെടുക്കുന്നത് നമ്മൾ കണ്ടു. ആ ഘട്ടത്തിൽ അവിടെ ഒരു മാരത്തോൺ ചർച്ച ആ ദുരന്ത ഭൂമിയിൽ ഇരുന്നു കൊണ്ട് നടക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോഴൊക്കെ തന്നെ ഏറെക്കുറെ ഈ കാര്യം വ്യക്തമായിരുന്നു. ഇന്നത്തെ ദിനത്തിൽ ഒരു കൃത്യമായ നിലപാടെടുക്കാൻ കർണാടകയിലെ ഉത്തര കന്നഡയിലെ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വ്യക്തത ആ സമയത്ത് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് ഞാൻ
സതീഷ് സൈലിയുമായി സംസാരിക്കുമ്പോഴും അദ്ദേഹം ചില സൂചനകൾ അത്തരത്തിൽ നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി അദ്ദേഹം നൽകിയ ഒരു കണക്ക് നമ്മൾ ഇന്ന് രാവിലെ മോർണിംഗ് ഷോയിൽ സംസാരിക്കുമ്പോൾ പറയുകയും ചെയ്തു. അതായത് ഇത്തരത്തിൽ ബാർജ് കൊണ്ടുവരാനുള്ള തടസ്സങ്ങളൊക്കെ തന്നെയായിരുന്നു അദ്ദേഹം ഉന്നയിച്ചത്. അത് 2 ബ്രിഡ്ജുകളുണ്ട്. ആ ബ്രിഡ്ജുകൾ കടന്ന് അതുവഴി വലിയ എക്യുപ്മെന്റ് കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. ആ ഘട്ടം മുതൽ ഇങ്ങോട്ട് ഓരോ കാര്യങ്ങളും നോക്കുമ്പോൾ ഇന്ന് ഉച്ചവരെ ഈശ്വറിനെ ആ ഒരു നദിയിൽ ഇറക്കുകയും അവിടെ 2 തവണ ഡൈവ് ചെയ്യിപ്പിക്കുകയും ചെയ്തതുപോലും കൃത്യമായി പറഞ്ഞാൽ ദൃശ്യങ്ങൾ പകർത്താൻ ഉള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ളതായിരുന്നു എന്ന് ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. കാരണം പതിവില്ലാതെ ഇന്ന് രാവിലെ 9 മണിക്ക് മാധ്യമങ്ങൾക്ക് ആ മേഖലയിലേക്ക് പ്രവേശനം അനുവദിക്കുകയാണ്. ഏതാണ്ട് 2-2.5 മണിക്കൂറോളം സമയം അവിടെ നമ്മളെ അനുവദിക്കുകയാണ്. ആ ദൃശ്യങ്ങളൊക്കെ കൃത്യമായി പകർത്തപ്പെടുന്നു. അത് നമ്മൾ ലൈവായിട്ട് തന്നെ ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ആ സമയത്ത് സതീഷ് തേലി അടക്കമുള്ള നമ്മുടെ മന്ത്രി AK ശശീന്ദ്രൻ അടക്കമുള്ള ആളുകൾ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തുന്നു. അവർ അവിടെ നിന്നും ആ സമയത്തെടുത്ത തീരുമാനം എന്താണെന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട്. മന്ത്രി AK ശശീന്ദ്രൻ കൃത്യമായി പറയുന്നുണ്ട്, സംസ്ഥാനത്തിന്റെ ആവശ്യം ഇതാണ്, അത് ഉന്നയിച്ചിട്ടുണ്ട്, ആ നിലയ്ക്ക് അവർ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന്. തൊട്ട് പിന്നാലെ തന്നെ സംസാരിക്കുന്നത് സതീഷ് കൃഷ്ണ സേലിയാണ്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ നമുക്ക് ചില പരിമിതികളുണ്ട്, എന്നാൽ പോലും ദൗത്യം തുടരും എന്നുള്ളതാണ്. അപ്പോൾ ഞാനാണ് ചോദിച്ചത്, മിഷൻ കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളത് അദ്ദേഹത്തോട് ചോദിച്ചത് ഞാനാണ്. ആ ചോദ്യത്തിന് അദ്ദേഹം മുഖം കൊണ്ട് എൻ്റെ അടുത്തേക്ക് നോക്കിയതിന് ശേഷം അയ്യാ എന്നുള്ള മറുപടി മാത്രം പറഞ്ഞ് ഒഴിയുകയാണ് ചെയ്തത്. പിന്നീട് നമ്മൾ ഏതാണ്ട് 3 മണിയോടുകൂടി ആ മേഖലയിലേക്ക് എത്തുന്നത് കളക്ടർക്ക് മാധ്യമങ്ങളെ കാണണം എന്നറിയിച്ചത് കൊണ്ടാണ്. അങ്ങനെ അവിടെ എത്തുമ്പോഴേക്കും ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം കരയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവരുടെ വള്ളങ്ങൾ കരയിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. ഡിങ്കി ബോട്ടുകൾ ഉൾപ്പെടെ അവിടെ നിന്ന് കയറ്റി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കളക്ടറും ഒപ്പം തന്നെ സതീഷ് കൃഷ്ണസേലിയും മാധ്യമങ്ങളെ കണ്ട് അറിയിക്കുന്നത് നദിയിലെ കുത്തൊഴുക്ക് വലിയ രീതിയിലുള്ളതാണ്. കുത്തൊഴുക്ക് ഇന്നലെയോ ഇന്നോ വലിയ രീതിയിലായതല്ല. ഈ ദൗത്യം തുടങ്ങിയത് മുതൽ ആ കുത്തൊഴുക്കുണ്ട്. ആ കുത്തൊഴുക്കിനെ അതിജീവിച്ചുകൊണ്ട് അവിടെ ഈശ്വർ ചില പോരാട്ടങ്ങൾ നടത്തിയത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം പറയുന്നത് നദിയിൽ വലിയ കുത്തൊഴുക്കുണ്ട് എന്നുള്ള മറുപടി പറയുന്നത്. ഒപ്പം തന്നെ സീറോ വിസിബിലിറ്റിയാണ് എന്ന് നേവി നേരത്തെ തന്നെ പറഞ്ഞ കാര്യം അദ്ദേഹം ആവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തൽക്കാലത്തേക്ക് ദൗത്യം അവസാനിപ്പിക്കുന്നു. ഇനി വേണ്ടത് തൃശ്ശൂരിൽ നിന്ന് ബാർജ് എത്തിക്കേണ്ടതുണ്ട്. അത് വാഹനമാർഗമാണ് എത്തിക്കേണ്ടത്. അതിന് ചില കൺസെന്റ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കിട്ടേണ്ടതുണ്ട്. 4 ദിവസം എടുക്കും എന്നുള്ള മറുപടി അദ്ദേഹം പറയുന്നത്. അത് കഴിഞ്ഞ് സംഭവിക്കുന്നത് പെട്ടെന്ന് തന്നെ വലിയ പ്രതികരണങ്ങൾ വിജിൻ MLA ഭാഗത്തു നിന്നും രാജഗോപാൽ MLA ഭാഗത്തു നിന്നും ഒക്കെ വരുന്നു. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തരമായ ഇടപെടൽ നടത്തുന്നു. പിന്നാലെ തന്നെയാണ് കർണാടകയിലെ ഫിഷറീസ് മന്ത്രി, ഉത്തര കന്നഡയുടെ ചാർജുള്ള മന്ത്രി ഈ ദുരന്തമുഖത്തേക്ക് എത്തുന്നത്. ഈ NDRFന്റെ ഒക്കെ ക്യാമ്പ് സ്ഥിതി ചെയ്തിരുന്ന ആ ദേവസ്ഥാനം ഉൾപ്പെടുന്ന ആ മേഖലയിലേക്ക് എത്തുന്നത്. അദ്ദേഹം അപ്പോൾ നടത്തിയത് പ്രതികരണം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഗോഡ്സ് ഗ്രേസ് ഉണ്ടെങ്കിൽ ദൗത്യം നടക്കും എന്നുള്ള പ്രതികരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും ഒടുവിൽ വരുന്നത്. ദൗത്യം നിർത്തിയിട്ടില്ല എന്ന് അദ്ദേഹം താൽക്കാലികമായി പറയുകയും അവിടെ നിന്ന് തിരികെ പോവുകയും ചെയ്തു. പക്ഷേ ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, നമ്മുടെ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ടായതോടുകൂടി അദ്ദേഹം പെട്ടെന്ന് തന്നെ തിരികെ ഇറങ്ങി വരുന്നത് നമ്മൾ കണ്ടു. ആ സമയം വരെ IBയിൽ യോഗം ഉണ്ടായിട്ട് പോലും വിജിൻ MLAക്കോ അല്ലെങ്കിൽ രാജഗോപാൽ MLAക്കോ കേരളത്തിൻ്റെ പ്രതിനിധികൾ എന്നുള്ള നിലയിൽ അതിലേക്ക് പങ്കെടുക്കണം എന്നുള്ള നിർദ്ദേശം ലഭിച്ചിരുന്നില്ല. പക്ഷേ അദ്ദേഹം താഴേക്ക് ഇറങ്ങി വന്നതിന് ശേഷം അവരുടെ അടുത്ത് സംസാരിക്കുന്നു. എന്നിട്ട് പറയുന്നു IBയിലേക്ക് പോകാം, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാമെന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു. വൈകിട്ട് ഏതാണ്ട് 6 മണി 6:30 ആ യോഗം IBയിൽ ചേരുന്നു. ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങൾ കൂടി വ്യക്തമാക്കുന്നത് എന്താണ്? ആദ്യം ഘട്ടത്തിൽ തന്നെ സതീഷ് കൃഷ്ണസേലി വന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ ദൗത്യം തുടരും, പക്ഷേ പുഴയിൽ ഇത്തരത്തിൽ കുത്തൊഴുക്കുണ്ട്, വിസിബിലിറ്റിയുടെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ദൗത്യം പക്ഷേ നമ്മൾ തുടരും. അപ്പോഴും വീണ്ടും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, നദിയിലെ തിരച്ചിൽ തുടരുമോ? നദിയിലെ തിരച്ചിൽ പക്ഷേ ഇപ്പോൾ തുടരാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം നൽകുന്ന മറുപടി. എന്ന് വെച്ചാൽ അക്ഷരാർത്ഥത്തിൽ ഈ തെരച്ചിൽ നടക്കേണ്ട ഇടമെന്ന് പറയുന്നത് ആ നദിയിൽ. ശരിയാണ്. ചോദ്യം കൂടി അതിനുശേഷം ഈ ചർച്ചയുടെ മറ്റൊരു ഘട്ടത്തിൽ ദീപക്കിലേക്ക് എത്താം. ദീപക്, ഇന്ന് പുഴയിൽ ഇറങ്ങിയതേ ഇല്ലല്ലോ, ബോട്ടിൽ സഞ്ചരിച്ചു എന്നതിനും അപ്പുറം മറ്റൊരു ഡൈവിംഗും ഇന്ന് സാധ്യമായില്ലല്ലോ അല്ലേ? അല്ല, ഇന്ന് 2 ഡൈവ് നടന്നിട്ടുണ്ട് എന്നാണ് ഈശ്വർ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം പുഴയിൽ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇറങ്ങിയിരിക്കുന്നത് CP3 എന്ന ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയ 110 മീറ്റേഴ്സ് വരുന്ന ഒരു മേഖലയുണ്ടല്ലോ, ആ മരത്തടിയൊക്കെ ഉയർന്നു നിൽക്കുന്ന ആ മേഖലയിൽ അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഉറപ്പിച്ച് നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അരയ്ക്കൊപ്പം വെള്ളം മാത്രമാണ് ആ മേഖലയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഞാൻ ഈശ്വർ മൽപ്പയുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് താഴെ തട്ടിലേക്ക് പോയിരുന്നു. അവിടെ പോയപ്പോൾ ഒരു ആൽമരത്തിൻ്റെ ഭാഗമാണ് കിട്ടിയത്. ഒരു ഘട്ടത്തിൽ ഞാൻ
കരുതി അത് വാഹനത്തിന്റെ ഭാഗമാണെന്ന്. അങ്ങനെ ഒന്നുകൂടി തപ്പി നോക്കി, പക്ഷെ പിന്നീട് ബോധ്യപ്പെട്ടു അതിന്റെ വേരുകൾ ഉൾപ്പെടെ കണ്ടു, അതിൽ കാല് കുടുങ്ങി. കാലാവസ്ഥ എങ്ങനെയായിരുന്നു എന്നുള്ളതായിരുന്നു. അതായത് കനത്ത മഴ ഇന്ന് പെയ്തിരുന്നോ? വെള്ളത്തിന്റെ ഒഴുക്ക് ഇന്നലത്തെ അപേക്ഷിച്ച് കൂടിയിരുന്നു? വെള്ളത്തിന്റെ ഒഴുക്ക് ഉണ്ട്, ഒഴുക്ക് നല്ല രീതിയിൽ തന്നെ ഒഴുക്ക് നമുക്ക് മുകളിൽ തട്ടിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അടിയൊഴുക്ക് കൂടുതലായി തന്നെ ഉണ്ട് എന്ന് ഈശ്വർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മഴ ഒന്നോ രണ്ടോ തവണ പതിവ് പോലെയുള്ള ശക്തമായ മഴയുണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്ന് തന്നെ അത് തോർന്നു പോവുകയായിരുന്നു. ഇന്നലെയും ഇന്നും സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടേക്ക് എത്തിയിട്ട് ഏതാണ്ട് ഒരാഴ്ചയാവുകയാണ്. ആ ഒരാഴ്ചക്കകത്ത് ഇന്നലെയും ഇന്നുമാണ് ഏറ്റവും അനുകൂലമായ സാഹചര്യം ഉണ്ടായിരുന്നതെന്ന് എനിക്ക് കൃത്യമായി പറയാൻ സാധിക്കും. ആ നദിയിൽ വളരെ വ്യക്തമായി ദീപക് കാര്യങ്ങൾ ബ്രീഫ് ചെയ്തു. എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് പ്രേക്ഷകർക്ക് ബോധ്യമായി. ഇത് കേരള കർണാടക അന്തർ സംസ്ഥാന തർക്കമാകേണ്ട വിഷയമല്ല. ഇത് അധികൃതരുടെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ പ്രകൃതിയുടെ വെല്ലുവിളികൾ അതിനെ അതിജീവിക്കാൻ കഴിയാതെ തോറ്റുമടങ്ങുന്നു എന്ന രീതിയിലുള്ള വ്യാഖ്യാനവുമുണ്ട്. അതെന്തു തന്നെയാണെങ്കിലും ഈ തെരച്ചിൽ ഇപ്പോൾ നിർത്തേണ്ടതുണ്ടോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചോദ്യം. കേരള സംസ്ഥാന സർക്കാർ പറയുന്നു തെരച്ചിൽ തുടരണം. കർണാടക സർക്കാർ തെരച്ചിൽ തുടരും, പക്ഷേ അതിന് ചില ഉപാധികളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തൃശ്ശൂരിൽ നിന്നുള്ള മണ്ണുത്തിയിൽ നിന്നുള്ള ഈ ഫ്ലോട്ടിംഗ് ഹിറ്റാച്ചി അടക്കമുള്ള യന്ത്രങ്ങൾ അവിടെ എത്തണം. അതിനുള്ള കാലതാമസം മാത്രമാണ് എന്ന് പറയുമ്പോഴും പുഴയിലെ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ്. നമുക്കിപ്പോൾ അതിഥികളായി അഡ്വക്കേറ്റ് കെ ആർ സുഭാഷ് ചന്ദ്രൻ, സുപ്രീം കോടതി അഭിഭാഷകനാണ്. ഈ കേസ് കോടതിയിലേക്ക് എത്തിച്ചത് അഡ്വക്കേറ്റ് കെ ആർ സുഭാഷ് ചന്ദ്രനാണ്. അദ്ദേഹം നമുക്കൊപ്പമുണ്ട്. എം വിജിൻ MLA ഉണ്ട്, റിട്ടയർഡ് മേജർ ജനറൽ M ഇന്ദ്രബാലനുണ്ട്, കമാൻഡർ അതുൽ പിള്ളൈ ഡിഫൻസ് PROയും നമുക്കൊപ്പമുണ്ട്. ആദ്യം ഞാൻ അഡ്വക്കേറ്റ് കെ ആർ സുഭാഷ് ചന്ദ്രനിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് കെ ആർ സുഭാഷ് ചന്ദ്രൻ, ഈ വിഷയം ഹൈക്കോടതിയിൽ എത്തിച്ചത് താങ്കളാണ്. സിസ്റ്റത്തിൻ്റെ വലിയ വീഴ്ച ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിൽ NHAയുടെ ഭാഗത്തും കരാർ കമ്പനിയുടെ ഭാഗത്തും വീഴ്ചയുണ്ടായി എന്ന് പ്രഥമദൃഷ്ട്യാ പോലീസിന് ബോധ്യമായതുകൊണ്ട് പേരിനൊരു FIR ഇട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ 13ാം ദിവസം ഈ തെരച്ചിൽ അവസാനിപ്പിക്കുന്നു. ഇതൊരു സിസ്റ്റമിക് നെഗ്ലിജൻസ് ആണ് എന്ന് അഡ്വക്കേറ്റ് കെ ആർ സുഭാഷ് ചന്ദ്രന് തോന്നുന്നുണ്ടോ? ഒരു വ്യവസ്ഥയുടെ പരാജയം കൂടിയാണ് പ്രകൃതിയുടെ വെല്ലുവിളിക്കൊപ്പം. അരുൺ, തീർച്ചയായും അങ്ങനെ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ സുപ്രീം കോടതിയിൽ ആദ്യം ഈ പറയുന്ന ഈ വിഷയമുണ്ടായി 16-ാം തീയതി ഉണ്ടായതിന് ശേഷം ഇത് ഏതാണ്ട് ഒരു 5-6 ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ ആദ്യം മറ്റ് മാധ്യമപ്രവർത്തകരെയും സമൂഹത്തെയും പോലെ തന്നെ ഞങ്ങളും പ്രതീക്ഷിച്ചത് സർക്കാരും അതോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേഷനും ഉണർന്നു പ്രവർത്തിക്കും. അവർക്ക് ചില പരിമിതികൾ ഉണ്ടായിരിക്കാം, പക്ഷേ ആ പരിമിതികളെ മറികടന്നുകൊണ്ട് ആവശ്യമായ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷ എനിക്ക് നേരത്തെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനകത്ത് കൂടുതൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ, കോടതിയുടെ ഇടപെടലുകൾ ആവശ്യമായി വരും എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ സുപ്രീം കോടതി മുമ്പാകെ അടിയന്തരമായി ഹർജി സമർപ്പിക്കുകയും അത് അന്ന് തന്നെ ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ മെൻഷൻ ചെയ്യുകയും പിറ്റേന്ന് തിങ്കളാഴ്ച ഹർജി ലിസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തത്. പിറ്റേന്ന് സുപ്രീം കോടതി തന്നെ അടിയന്തരമായി കർണാടക ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു. അന്ന് 12:45 സുപ്രീം കോടതിയിൽ നിന്ന് നിർദ്ദേശം വരികയും 1:30 തന്നെ ഞങ്ങൾ കർണാടക ഹൈക്കോടതി മുമ്പാകെ ഈ കേസ് മെൻഷൻ ചെയ്യുകയും ചെയ്തു. വൈകുന്നേരത്തോടുകൂടി കർണാടക ഹൈക്കോടതിയിൽ ഞങ്ങൾ പെറ്റീഷൻ ഫയൽ ചെയ്തു. പിറ്റേന്ന് രാവിലെ ഈ പെറ്റീഷൻ ഞങ്ങൾ മെൻഷൻ ചെയ്തു, ചീഫ് ജസ്റ്റിസ് മുമ്പാകെ മെൻഷൻ ചെയ്ത് ഉച്ചയ്ക്ക് 2:30 തന്നെ എടുപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് ഈ കേസ് വരുന്ന സമയത്ത് നമുക്കറിയാം, ഈ കേസ് വരുന്ന സമയത്ത് കർണാടക സംസ്ഥാനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്റ്റാറ്റസ് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ കേസ് പരിഗണിക്കാൻ വേണ്ടി വെക്കുന്നു. പിറ്റേ ദിവസം രാവിലെ കേസ് പരിഗണിക്കുന്ന സമയത്ത് ഇത്രയും 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ ഒരു മനുഷ്യജീവൻ്റെ, ഒരു മനുഷ്യനുമല്ല ഒരുപാട് മനുഷ്യരുടെ ജീവൻ അവിടെ കാണാതായിരിക്കുന്ന സാഹചര്യത്തിൽ എത്ര നിസ്സംഗമായ സമീപനമാണ് അന്ന് എടുത്തതെന്ന് നമുക്കറിയാം. കാരണം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ പിറ്റേന്ന് സ്റ്റാറ്റസ് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് പിറ്റേന്ന് ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് കോടതി മുമ്പാകെ അറ്റോർണി ജനറൽ എത്തുമെന്ന് അറിയിക്കുകയും പിന്നീട് അദ്ദേഹം എത്താതിരിക്കുകയും ഈ റിപ്പോർട്ട് സമയത്ത് സമർപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം. തുടർന്നാണ് കേസ് പിന്നീട് പരിഗണിക്കുന്നതിനായി. അപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന സ്റ്റാറ്റസ് റിപ്പോർട്ട് തയ്യാറായിട്ടുണ്ട് എന്ന് സംസ്ഥാനം അറിയിക്കുന്നു. സ്വാഭാവികമായും ഞങ്ങൾക്ക് തന്നിട്ടില്ല, സ്റ്റാറ്റസ് റിപ്പോർട്ട് ഈ പെറ്റീഷനേഴ്സ് എന്ന രീതിയിൽ ഞങ്ങൾക്ക് നൽകിയിട്ടില്ല. ഇത് നൽകിയതിന് ശേഷം ഞങ്ങൾക്കതിൽ പ്രതികരിക്കാൻ അവസരമുണ്ടാകണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കോടതി ഈ കേസ് വീണ്ടും 1-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുന്നത്. ആ റിപ്പോർട്ട് നിങ്ങളുടെ കൈവശമുള്ളതാണ്. നേരത്തെ അരുൺ തന്നെ സൂചിപ്പിച്ച ഈ പറയുന്ന 13 ഈ നെഗ്ലിജൻസുകളിൽ ഒന്ന് പ്രധാനമായും ഈ പറയുന്ന ഹൈക്കോടതിയിൽ ഇവർ പറഞ്ഞ കളവാണ്.
16-ാം തീയതി അർജുൻ ഉൾപ്പെടെയുള്ളവർ ഈ അപകടം ഉണ്ടായതിനു ശേഷം ഈ 19-ാം തീയതിയാണ് ഈ പറയുന്ന പരാതി ലഭിച്ചു എന്നാണ് ഈ സ്റ്റാറ്റസ് റിപ്പോർട്ടിനകത്ത് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് പൊതുസമൂഹത്തിന്റെ മുമ്പിലുള്ളതാണ് ഈ പറയുന്ന ഈ അർജുൻ ഉൾപ്പെടെയുള്ളവരെ, അല്ലെങ്കിൽ ഈ ബെൻസ് എന്ന് പറയുന്ന ബെൻസ് ലോറി ഉൾപ്പെടെ കാണാതായി എന്നുള്ള വിവരം അറിയുകയും അത് വാർത്തകളായി വരികയും അതേ തുടർന്നുള്ള തിരച്ചിൽ നടക്കുകയും ചെയ്യുന്ന സമയത്ത് സ്റ്റാറ്റസ് റിപ്പോർട്ടിനകത്ത് പറയുന്നത് 19-ാം തീയതി രാത്രി 10:30 ആണ് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതി ലഭിച്ചതെന്നാണ്. എന്നാൽ 16-ാം തീയതി തന്നെ അവർ NHAIക്കെതിരെയും അതോടൊപ്പം തന്നെ ഇതിന്റെ നിർമ്മാണ കമ്പനിക്കെതിരെയും കേസെടുത്തു എന്നത്. അതായത് തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി തങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് കോടതി മുമ്പാകെ, ഒരു നിയമവ്യവസ്ഥ മുമ്പാകെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള കളവുകളാണ് ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് ഈ സ്റ്റാറ്റസ് റിപ്പോർട്ടിനകത്ത് നിന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ അരുൺ ഈ ഇൻട്രോയ്ക്കകത്ത് സൂചിപ്പിച്ച എല്ലാവരും ഇത് അവസാനിപ്പിച്ച് മടങ്ങുന്നു എന്ന് അരുൺ പറഞ്ഞു. ഞങ്ങൾ ഇത് അവസാനിപ്പിച്ച് മടങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ ഇന്ന് അടിയന്തര ഈ രക്ഷാദൗത്യം അവസാനിപ്പിച്ചു എന്നുള്ള തീരുമാനമെടുക്കുകയാണെങ്കിൽ നാളെ അടിയന്തരമായി ഹൈക്കോടതി മുമ്പാകെ ഇത് മെൻഷൻ ചെയ്യാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. ചീഫ് ജസ്റ്റിസ് മുമ്പാകെ ഇത് മെൻഷൻ ചെയ്തുകൊണ്ട് ഈ നടപടി കർണാടക ഹൈക്കോടതി ആശ്വാസകരവുമാണ്. ആ കുടുംബവുമായി ഞാൻ അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു. അവരാകെ തകർന്നിരിക്കുകയാണ്. അവരും ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കരുതെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. താങ്ക് യു അഡ്വക്കേറ്റ് KR സുഭാഷ് ചന്ദ്രൻ. ഞാൻ അങ്ങയിലേക്ക് ഒരിക്കൽ കൂടി വരാം. ഞാനൊന്ന് മിനിസ്റ്ററിലേക്ക് പോയതിനു ശേഷം MLAയിലേക്ക് പോയതിനു ശേഷം മടങ്ങി വരാം. വളരെ പ്രധാനപ്പെട്ട കാര്യം, ബ്രേക്കിംഗ്. സുപ്രീം കോടതി അഭിഭാഷകനായ KR സുഭാഷ് ചന്ദ്രൻ അടക്കമുള്ള വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുകയാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്ത കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. സുഭാഷ് ആണ് ഇപ്പോൾ ഇക്കാര്യം സൂചിപ്പിച്ചത്. M. വിജിൻ MLA നമുക്കൊപ്പമുണ്ട്. M. വിജിൻ MLA, താങ്കൾ ആ യോഗത്തിലുണ്ടായിരുന്നു. ഇന്ന് യഥാർത്ഥത്തിൽ അവിടെ നടന്ന കാഴ്ച നേരത്തെ ദീപക് മലേമ വളരെ വ്യക്തമായി തന്നെ വിശദീകരിച്ചു. രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന മുൻധാരണയിൽ തന്നെയാണ് ഇന്ന് മുതൽ രാവിലെ അവിടെ ആ കാഴ്ചകളൊക്കെ കണ്ടത്. മാധ്യമപ്രവർത്തകരെ പതിവില്ലാത്ത രീതിയിൽ ദുരന്തമുഖത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നതായി ചില സൂചനകൾ നൽകുന്നു. അതിനുശേഷം വളരെ പ്രതികൂലമായ കാലാവസ്ഥ, 2 ദിവസങ്ങൾക്ക് മുമ്പുള്ള പ്രതികൂലമായ കാലാവസ്ഥ ഇല്ലാതിരുന്നിട്ടും വളരെ പൊടുന്നനെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നു. മംഗളവൈദ്യ ആകെ 3 തവണ മാത്രമാണ് അവിടെ സന്ദർശിച്ചിട്ടുള്ളതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. M. വിജിൻ അത് ആ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയാണ്. ഒരു MLAയുടെയും ജില്ലാധികാരികളുടെയും കയ്യിൽ ഏകോപനം ഏൽപ്പിച്ച് മംഗളവൈദ്യ 3 തവണ മാത്രമേ സന്ദർശിച്ചിട്ടുള്ളൂ. 3ാമത്തെ തവണ വന്നത് ഇത് അവസാനിപ്പിക്കാൻ കൂടിയാണ്. M. വിജിൻ, എന്താണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ പൾസ്? എന്താണ് സർക്കാരിൻ്റെ ആവശ്യം? സർക്കാരിൻ്റെ ആവശ്യം കർണാടക സർക്കാർ പരിഗണിച്ചില്ല എന്നുണ്ടോ? തീർച്ചയായും അങ്ങയുടെ ഫൈൻഡിങ്സിനെ ഞാൻ അംഗീകരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ സംഭവിച്ചു കൊണ്ടിരുന്നത് അങ്ങ് പറഞ്ഞൊരു കാര്യം തന്നെയാണ്. കാരണം ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ പല കോണുകളിൽ നിന്നുണ്ടായിരുന്നു. ഇന്നത്തോടെ ഇത് അവസാനിപ്പിക്കാൻ പോകുന്നു. ആ ഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് മിനിസ്റ്റർ, അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ നേതൃത്വത്തിൽ ഇവിടുത്തെ ജില്ലാ കലക്ടർ, ഞങ്ങൾ 3 MLAമാർ, മഞ്ചേശ്വരം MLA ശ്രീ അഷ്റഫ്, ശ്രീ M. രാജഗോപാൽ MLA, ഞാനും ഉൾപ്പെടെ, അതോടൊപ്പം നേവിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥരും അടിയന്തരമായ ഒരു ആലോചന യോഗം ചേരുകയുണ്ടായി. ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് മിനിസ്റ്റർ ശ്രീ ശശീന്ദ്രൻ, അദ്ദേഹം ഇവിടുത്തെ ജില്ലാ കളക്ടറോടും ഉദ്യോഗസ്ഥരോടും ആവശ്യപ്പെട്ട ഇങ്ങനെയൊരു ചർച്ചയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത്, ഇല്ല സർ, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു ആലോചനയിലേക്കില്ല, ഞങ്ങൾ ഇത് വളരെ ശക്തമായി കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ മിനിസ്റ്ററും അറിയിച്ചു കേരളത്തിൻ്റെ ഒരു ആഗ്രഹം അതാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രിയും ഇന്നും ഇവിടുത്തെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. മന്ത്രിയോടും മുഖ്യമന്ത്രി സംസാരിച്ചിരുന്നു. അതുകൊണ്ട് ഒരിക്കലും ഇത് അവസാനിപ്പിക്കരുത്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകണം തീർച്ചയായും എന്ന് പറഞ്ഞതിന് ശേഷമാണ് മന്ത്രി ഉൾപ്പെടെ നമ്മളെല്ലാം മാധ്യമപ്രവർത്തകരെല്ലാം ആ സൈറ്റിലേക്ക് പോയത്. ആ സൈറ്റിലേക്ക് പോയതിന് ശേഷം തീർച്ചയായും അങ്ങ് പറഞ്ഞ ഒരു കാര്യമാണ് ഇന്നവിടെ ഉണ്ടായത്. ഇന്നലെ വളരെ കൃത്യമായി നമ്മളോടൊപ്പം ടെലിഫോണിലുണ്ട്. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. അങ്ങ് പറഞ്ഞതിൽ നിന്ന് തുടരണം. കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യം, അങ്ങ് നേരിട്ട് കണ്ട കാര്യങ്ങളാണ് അങ്ങ് വിശദീകരിക്കുന്നത്. മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ നമുക്കൊപ്പമുണ്ട്. ശ്രീ മുഹമ്മദ് റിയാസ്, അങ്ങും AK ശശീന്ദ്രനും രണ്ടുപേരും കഴിഞ്ഞ 2 ദിവസമായി സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. കാര്യങ്ങൾ ഏകോപിപ്പിച്ചു. 10 ദിവസത്തിന് ശേഷം ബന്ധുക്കൾക്ക് പാസ് കൊടുക്കുക എന്ന ഒരു കാര്യമെങ്കിലും അവിടെ നടന്നു. അതിനും അപ്പുറം ഇന്നിപ്പോൾ പൊടുന്നനെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുന്നു. താൽക്കാലികമാണ് എന്ന് ആവർത്തിച്ചു പറയുമ്പോഴും ബോട്ടുകളെല്ലാം കരയ്ക്ക് കയറ്റുന്നു. നാളെ പുഴയിൽ തെരച്ചിലില്ല, മറ്റന്നാളും പുഴയിൽ തെരച്ചിലില്ല. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ബന്ധുക്കൾ തകർന്നിരിക്കുകയാണ്. ഇതാണോ കേരള സർക്കാർ ആവശ്യപ്പെട്ടത്? കർണാടകയുടെ രക്ഷാപ്രവർത്തന ദൗത്യം പൊടുന്നനെ അവസാനിപ്പിച്ചതുകൊണ്ടുള്ള പ്രതികരണം എന്താണ്? ഡോക്ടർ അരുൺ, ഇത് ദൗർഭാഗ്യകരമാണ്. കാരണം രക്ഷാപ്രവർത്തനത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തണമെന്ന് പൊതുവേ നമ്മൾ നിശ്ചയിച്ചതാണ്. ഇപ്പോ ഡ്രഡ്ജിങ്, അതുപോലെ തന്നെ പാന്തൂണിന്റെ ഉപയോഗം, ടഗ് ബോട്ട്, ഇത് 3ഉമായിരുന്നു നമ്മുടെ ഒരു പ്രതീക്ഷ.
ഈ സംഭവം ഉണ്ടായതിനു ശേഷം എല്ലാവരും ഒന്നിച്ചു നിന്നു. ലോകത്താകെയുള്ള മലയാളികൾ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അർജുനെയും മറ്റ് കാണാതായവരെയും കിട്ടണം എന്നുള്ളതിന് ഭാഗമായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയത്. മാധ്യമ പ്രവർത്തകരും എല്ലാ പ്രയാസം അനുഭവിച്ചാണ് അവിടെ നിന്നത്. അവിടെയൊക്കെ നമുക്ക് നിരാശ വരുന്ന ഘട്ടത്തിലും എന്തെങ്കിലും പ്രതീക്ഷ നൽകുന്ന സാധ്യതകൾ, ആ സാധ്യതകൾ ഉപയോഗിക്കുക എന്നാണ് തീരുമാനിച്ചത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മറ്റൊരു സംസ്ഥാനത്താണ്. അതുകൊണ്ട് കേരളത്തിലുള്ള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം മന്ത്രിമാർക്കും MLA-മാർക്കും ഒക്കെ അവിടെ പോയി നിന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. ഭരണഘടനാപരമായി അതിന് പരിമിതികളുണ്ട്. ഇവിടുന്ന് MLA-മാർ പോയി എല്ലാ നിലയിലും അവിടെ നിന്നതാണ്. പിന്നീട് ഞങ്ങൾ മന്ത്രിമാരും പോയി. കർണാടക ഗവൺമെന്റും അതുമായി ബന്ധപ്പെട്ട് അധ്വാനിച്ച എല്ലാവരെയും എല്ലാ നിലയിലും ഞങ്ങൾ പിന്തുണക്കുകയാണ് ചെയ്തത്. ഒരു തരത്തിലുള്ള വിവാദത്തിനോ ഒരു തരത്തിലുള്ള പ്രയാസം സൃഷ്ടിക്കുന്ന നിലപാട് സ്വീകരിക്കാനോ ഞങ്ങൾ തയ്യാറായിട്ടില്ല, തയ്യാറാവുകയുമില്ല. എന്നാൽ ഒരു ദിവസം വൈകുന്നേരം ഞങ്ങളിരുന്ന് ചേർന്ന യോഗത്തിലാണ് പാന്തൂണ്ട കാര്യം ചർച്ച ചെയ്ത് തീരുമാനിച്ചത്. കർണാടക സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ആ യോഗത്തിലുണ്ടായിരുന്നു. അങ്ങനെ എടുത്ത തീരുമാനം പിറ്റേന്ന് അന്ന് രാത്രി 12:30 വരെ നടക്കില്ല എന്നുള്ള നിലപാടില്ല. പിറ്റേന്ന് രാവിലെ ചേർന്ന യോഗത്തിൽ നടക്കില്ല എന്ന നിലപാട് പറയുന്നു. ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നു. ആ പ്രതിഷേധം അറിയിച്ചതിന്റെ ഭാഗമായി അത് വേറൊരു സ്ഥലത്തുനിന്ന് കൊണ്ടുവരുമെന്ന് ഉറപ്പ് നൽകുന്നു. അതിന്റെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന ഉറപ്പ് നൽകുന്നു. ഇന്ന് വരെ അത് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഡ്രഡ്ജിങ്ങിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. തഗ് ബോട്ടിന്റെ കാര്യം ഉറപ്പ് നൽകിയതാണ്. ഇനി നേവൽ ബേസിന്റെ മറ്റിടങ്ങളിലെ സാധ്യതകൾ ഉപയോഗിക്കണം. ഇന്ത്യയിലെ ഏറ്റവും മികവുറ്റ നേവൽ ബേസുള്ള സ്ഥലങ്ങളിലെ സാധ്യതകൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കാനാകും അത് പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞതാണ്. ഇന്നിപ്പോ ഞാൻ വിജിനുമായി സംസാരിച്ചിരുന്നു. ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ നമ്മൾ ആരുമായിട്ടും ഒരു തരത്തിലുള്ള കൺസൾട്ടേഷൻ നടത്തിയില്ല. അവിടെ MLA-മാർ എന്നുള്ള നിലയിൽ വിജിനും ശ്രീ രാജഗോപാൽ, ശ്രീ അഷ്റഫ് ഒക്കെ ഉണ്ട്. എന്തെങ്കിലും ഒരു കൺസൾട്ടേഷൻ നടത്തണ്ടേ? ഇനി ഇന്ന് 3:30 മണിക്ക് എന്തിന്? പ്രതികൂല കാലാവസ്ഥ മുമ്പുണ്ടായതിനേക്കാൾ ഒക്കെ ഇന്ന് അനുകൂലമാണ്. ജലനിരപ്പ് കുറഞ്ഞു. എന്തിന് 3:30 മണിക്ക് ഈ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു? എന്തിനിങ്ങനെ ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കണം? ഇതിലിപ്പോ ചെയ്യേണ്ടത് നമ്മൾ ഈ മുന്നിൽ വെച്ച തീരുമാനമെടുത്ത് കർണാടക സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പ്രഖ്യാപിച്ച ഈ 3 സാധ്യതകളും നടപ്പിലാക്കാൻ ഇടപെടണം. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അത് നടപ്പിലാക്കണം. അത് നടപ്പിലാക്കാൻ ഇടപെടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങി രക്ഷാദൗത്യമായിട്ട് മുന്നോട്ട് പോകണം. നമുക്ക് സാധ്യതകൾ എല്ലാ കാര്യവും ചെയ്യണം. അത് വിനീതമായി കർണാടക സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ്. ഒരു കാര്യം കൂടി മുഹമ്മദ് റിയാസ്, ഈ തൃശ്ശൂരിൽ നിന്ന് മണ്ണുത്തിയിൽ നിന്ന് ഈ ഫ്ലോട്ടിംഗ് ഹിറ്റാച്ചി എത്തിക്കണം, അതിന് DC അനുവാദം കൊടുക്കണമെന്നാണ് ഇപ്പോൾ MLA പറഞ്ഞിരിക്കുന്നത്. അതിനൊന്നും നമുക്ക് തടസ്സമില്ലല്ലോ. 24 മണിക്കൂറിനുള്ളിൽ ഇതൊക്കെ ആ മെഷീൻ നമുക്ക് അവിടെ എത്തിക്കാവുന്നതല്ലേ ഉള്ളൂ. അതൊക്കെ ഇപ്പൊ തന്നെ തൃശ്ശൂർ കലക്ടറുമായും ബന്ധപ്പെട്ട ആരുമായിട്ടും നമുക്ക് സംസാരിക്കാം. അതിലൊന്നും ഒരു കുഴപ്പമില്ല. തൃശ്ശൂരിൽ നിന്നല്ല, ലോകത്ത് എവിടെ എന്ത് സാധ്യതയുണ്ടോ അതൊക്കെ നമ്മൾ ഉപയോഗിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനെല്ലാവരും ഒന്നിച്ചു നിൽക്കണം. അത് പറയുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞുറപ്പിച്ച കാര്യങ്ങളുണ്ടല്ലോ. പാന്തൂണ്ട കാര്യം അത് അവര് തന്നെ അവസാനം പ്രഖ്യാപിച്ചല്ലോ. മീറ്റിംഗിൽ ഞങ്ങൾ തീരുമാനിച്ചു, പരസ്യമായിട്ട് പറഞ്ഞല്ലോ. തഗ് ബോട്ടിന്റെ കാര്യം, പാന്തൂണ്ട കാര്യവും തഗ് ബോട്ടിന്റെ കാര്യവും അതുപോലെ ഡ്രഡ്ജിങ്ങിന്റെ കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്തല്ലേ. ഒരു സർക്കാർ സംവിധാനത്തിൽ നമ്മൾ പലതും ചർച്ച ചെയ്യും, പല എക്സ്പേർട്സിനോട് അഭിപ്രായം ചോദിക്കും. നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ, എല്ലാ അഭിപ്രായങ്ങളും സ്വീകരിക്കും. അങ്ങനെയല്ലേ നമ്മളൊരു തീരുമാനം കൈക്കൊള്ളുക. അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് നടപ്പിലാക്കാതിരിക്കുന്നത് ശരിയാണോ? ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ മുഹമ്മദ് റിയാസ്. ശരിയാണ്, കർണാടക കേരള 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വിഷയമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ മന്ത്രിതലത്തിലുള്ള ഏകോപനം ഇല്ലാതിരിക്കുക. തുടക്കം മുതൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചത് കാര്യമായ ഏകോപനം തുടക്കത്തിലുണ്ടായിരുന്നില്ല. ഇത് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു നിഗമനത്തിലേക്കാണോ എത്തേണ്ടത്? കാരണം ഇന്നത്തെ രക്ഷാപ്രവർത്തനം ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് രാവിലെ തന്നെ അങ്ങനെ ഒരു മുൻധാരണയോട് കൂടിയാണ് അവർ എത്തുന്നത്, ഫീൽഡിലേക്ക് എത്തുന്നത്. മാധ്യമങ്ങളെ അത് ചിത്രീകരിക്കാൻ അനുവദിക്കുന്നു, പതിവില്ലാത്ത വിധം അവ ലൈവ് എടുക്കാൻ പറയുന്നു. കാര്യമായ ഒരു രക്ഷാപ്രവർത്തനം ആ അർത്ഥത്തിൽ നടക്കുന്നില്ല. അപ്പോൾ ഇത് അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായുള്ളൊരു നീക്കമായിട്ട് അത് വ്യാഖ്യാനിക്കേണ്ടി വരുമോ? ആ അർത്ഥത്തിൽ ഇത് താൽക്കാലികമെന്ന് പറയുന്നത് ഒരു മറയായി രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കും. ഇനി മാധ്യമങ്ങളെല്ലാം മടങ്ങും, സ്വാഭാവികമായി മറ്റ് സമ്മർദ്ദങ്ങളൊന്നും ഉണ്ടാവില്ല, രക്ഷാപ്രവർത്തനം ദുർബലമായി ഇല്ലാതെയാവുന്നു എന്നുള്ളതാണ്. അതാണോ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്? അല്ല, ഞാൻ തുടക്കത്തിലെ കുറ്റപ്പെടുത്തലിന് ഞങ്ങൾ തയ്യാറായിട്ടില്ല. പക്ഷേ ഇപ്പോ ഇങ്ങനെ ഒരു സംഭവം ഇപ്പൊ കേരളത്തിലാണെന്ന് കരുതുക. കേരളത്തിലാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു മന്ത്രിക്ക് ചുമതല കൊടുത്ത് അവിടെ ക്യാമ്പ് ചെയ്യും. ഇനി ആ മന്ത്രിയുടെ മറ്റു സർക്കാർ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പോവുകയാണ്, ഷിഫ്റ്റ് പോലെ അടുത്ത ആൾ വന്ന് ക്യാമ്പ് ചെയ്യും. നമ്മൾ അങ്ങനെ എത്ര കണ്ടിട്ടുണ്ട്. പ്രളയം വന്നപ്പോ, ഓക്കി വന്നപ്പോ, നിപ്പ വന്നപ്പോ, കോവിഡ് വന്നപ്പോ ഒക്കെ നമ്മൾ കണ്ടതല്ലേ. അതുപോലെ ഒരു സംവിധാനം ഇവിടെ വേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഏതെങ്കിലും ഒരു മന്ത്രിക്ക് ചുമതല കൊടുത്ത് മന്ത്രി അവിടെ ക്യാമ്പ് ചെയ്യുക, ആ മന്ത്രി പോകുമ്പോൾ മറ്റൊരു മന്ത്രി വന്ന് ക്യാമ്പ് ചെയ്യുക. അങ്ങനെ ഒരു സംവിധാനം ഒരുക്കുന്നത് ഏകോപനത്തിന് ഗുണമാണ്.
അല്ലാതെ ഒരു ജില്ലാ കലക്ടർ മാത്രം വിചാരിച്ചാൽ പല ജില്ലകളിലെയും പല സംസ്ഥാനങ്ങളിലെയും ഇനി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെയും പ്രശ്നത്തെ ഏകോപിപ്പിക്കാനും ഇടപെടാനും എത്രത്തോളം സാധിക്കും? ഇത് ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്. അത്തരത്തിലൊരു ക്യാമ്പിംഗ് അവിടെ ഉണ്ടാകണമായിരുന്നു. ഇനിയും അതിന് സമയമായിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. അത്തരമൊരു നിലപാട് സ്വീകരിക്കണം. ഇപ്പൊ എടുത്ത തീരുമാനം, രക്ഷാദൗത്യം പിൻവലിക്കാൻ വേണ്ടി ഇപ്പൊ എടുത്ത തീരുമാനത്തിൽ നിന്നും ദയവ് ചെയ്ത് കർണാടക സർക്കാർ പിൻവാങ്ങണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക് യു മുഹമ്മദ് റിയാസ്. മിനിസ്റ്റർ മുഹമ്മദ് റിയാസാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. മന്ത്രിതലത്തിലുള്ള ഏകോപനം ഉണ്ടായില്ല, ഗുരുതരമായ വീഴ്ചയാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ കേരളത്തിൽ മന്ത്രിമാരും MLA-മാരും അടക്കമുള്ളവരെടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നാക്കം പോയിരിക്കുന്നു. ഏകപക്ഷീയമായ പിന്മാറ്റം എന്നാണ് പറയുന്നത്. എം വിജിൻ, ആ വാക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? ഇതൊരു ഏകപക്ഷീയമായ പിന്മാറ്റമാണോ? മന്ത്രിയും വിജിനും മറ്റ് MLA-മാരും അടക്കമുള്ളവരുമായി കൂടിയാലോചിക്കാതെ കർണാടക സർക്കാർ എടുത്തിരിക്കുന്ന ഏകപക്ഷീയമായൊരു തീരുമാനമാണോ രക്ഷാദൗത്യം പൊടുന്നിനെ അവസാനിപ്പിക്കാനുള്ളത്? തീർച്ചയായും അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങയുടെ ചർച്ചയിൽ സൂചിപ്പിച്ച ഒരു ഭാഗമുണ്ടല്ലോ, രാവിലെ മുതൽ മാധ്യമങ്ങളെ കയറ്റുന്നു, വീഡിയോ എടുപ്പിക്കുന്നു. അതിനുശേഷം MLA-മാരായ ഞങ്ങളെ എല്ലാ ദിവസവും അതിനകത്ത് നിർത്തിയിരുന്നു. പക്ഷേ ഇന്ന് MLA-മാരായ ഞങ്ങളോട് പ്രത്യേകമായി പറഞ്ഞത് നിൽക്കുന്നത് കൊണ്ടല്ല, പക്ഷേ ചില റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളപ്പോൾ സൗഹൃദത്തോടെയും ചിരിച്ചുകൊണ്ടും അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ നിൽക്കാൻ പറ്റുമ്പോൾ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്ത എന്തൊരു റിസ്ക് ഫാക്ടറാണ് ഉള്ളത്? അപ്പോൾ ആ രീതിയിലാണ് അവർ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ സ്വാഭാവികമായിട്ട് അവരോട് തർക്കിക്കാൻ നിൽക്കേണ്ട ഒരു ഘട്ടമല്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ 3 MLA-മാരും ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ദൂരത്തേക്ക് ഇന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം ഇത് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ ഉദ്യോഗസ്ഥരോട് തർക്കിക്കാൻ പോയാൽ അത് ഏതെങ്കിലും തരത്തിൽ ഇത് രക്ഷാപ്രവർത്തനത്തിന് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ദൂരത്തേക്ക് അവർ പറഞ്ഞ അതേ പോയിന്റിലേക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. MLA-മാരെ പോലും അവിടെ നിന്ന് മാറ്റി നിർത്തി ഏകപക്ഷീയമായ തീരുമാനം മാറ്റുമെന്നാണ്. എം വിജി, നമുക്ക് ആ കുടുംബത്തെ ഒന്ന് കേൾക്കാം. കുടുംബം പ്രതികരിക്കുന്നു മാധ്യമങ്ങളോട്. ഇതുവരെ നടന്ന പ്രവൃത്തിയിലൊന്നും യാതൊരുവിധ ഇതും തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇനി നിർത്തുകയാണ് പറയുമ്പോൾ നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ഇത്രയും നമ്മൾ കാത്തിരുന്ന്, അപ്പം ഇനിയും ഇതിന് പല കാര്യങ്ങളും പറഞ്ഞിട്ട് നിർത്തുക എന്ന് പറയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് പെട്ടെന്ന് തുടർന്ന് പോകണം എന്ന് തന്നെയാണ് ഇതുവരെ നടത്തിയ രക്ഷാപ്രവർത്തനം. പ്ലസ് അഡീഷണൽ ആയിട്ട് വേണ്ട എല്ലാ രീതിയിലുള്ള ടെക്നോളജികളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് തന്നെ പോകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ കർണാടക സർക്കാർ എന്തെങ്കിലും തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോയി എന്നൊരു ചിന്തയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഇല്ല. നമുക്ക് അതായത് ഇതുവരെയൊക്കെ നമ്മുടെ സർക്കാരാണെങ്കിലും അവിടുത്തെ സർക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ട് നമുക്ക് അതിൽ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് നിർത്തുക എന്ന് പറയുമ്പോൾ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമുക്ക് അർജുനെ പോലെ തന്നെ വേറെ 2 പേരെയും കൂടി കണ്ടു കിട്ടാനുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവരെ തിരിച്ചു കിട്ടുന്നവരെ ഈ തിരച്ചിൽ യാതൊരു കാരണവശാലും നിർത്തരുതെന്നാണ് അപേക്ഷിക്കാനുള്ളത്. മെനാന്ന് മിനിസ്റ്റർ അടക്കമുള്ള മീറ്റിങ്ങിൽ ഈ കാര്യങ്ങൾ മിനിസ്റ്റർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ MLA എല്ലാ ആളുകളും കൂടിയിട്ടുള്ള മീറ്റിങ്ങിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വിദ്യകളൊന്നും ഇതുവരെ അവിടെ എത്തിയിട്ടില്ല എന്നാണ് നമ്മളടുത്ത് അവിടെ നിന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ എത്രയും ഇനിയും 4 ദിവസം. പക്ഷേ ഇപ്പം നടന്നു പോകുന്ന ഈ കാര്യങ്ങൾ തന്നെ മുന്നോട്ട്, അതായത് അവർ പിൻവാങ്ങി ഇനി നമുക്കറിയില്ല അത് എത്രത്തോളത്തെ ഒരു അനിശ്ചിതത്വം അതിലുണ്ട്, എത്ര കാലത്തേക്കെന്നൊന്നും നമുക്കറിയില്ല. പിന്നെ ഈ കാലാവസ്ഥേൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ അതൊക്കെ നിയന്ത്രിക്കാനുള്ള പല രീതിയിലുള്ള ടെക്നിക്കുകളും നമുക്ക് അവൈലബിൾ ആണ്. ആ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതുവരെ നിങ്ങളൊക്കെ നമ്മുടെ കൂടെ നിന്നുണ്ട്, ഇവിടുത്തെ ജനങ്ങൾ കൂടെ നിന്നുണ്ട്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളും നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്. അവരുടെയൊക്കെ സപ്പോർട്ടും സാന്നിധ്യവും നമുക്ക് ഇനിയും വേണം. അപ്പം ഈ ഒരു തിരച്ചിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കരുതെന്നാണ് നമുക്ക് ഇനി പറയാനുള്ളത്. മറ്റൊന്ന്, ഈ അവിടെ നടക്കുന്ന കാര്യങ്ങൾ കുടുംബത്തെ കൃത്യമായിട്ട് അറിയിക്കാനൊന്നും സംവിധാനം ഇതുവരെ ആയിട്ടുണ്ടോ? നേരിട്ട് ഹസ്ബൻഡ് തന്നെയാണ് നമ്മളെ അറിയിക്കുന്നത്. അതിലൊന്നും നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. എല്ലാ ഹസ്ബൻഡ് നമുക്ക് കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ നമുക്ക് തിരച്ചിൽ യാതൊരു കാരണവശാലും നിർത്താൻ പാടില്ല. പിന്നെ മെനയാന്ന് നമുക്ക് ലോറി കണ്ടു, അത് ഐഡൻറ്റിഫൈ ആയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നൊന്നും അതിനെപ്പറ്റി യാതൊരു വിധ ഇതുമില്ല. നമ്മൾ അന്ന് ഓരോ നിമിഷവും ഇപ്പം കിട്ടും. അപ്പോൾ എന്തുകൊണ്ട് ലോറി ഒന്നും കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേറ്റ് ചെയ്തിട്ടൊന്നും നമുക്ക് ബാക്കി വിവരങ്ങൾ കിട്ടാത്തതിലൊരു ചെറിയ വിഷമമുണ്ട്. പക്ഷെ നമുക്ക് ആരും ബ്ലെയിം ചെയ്യുകയല്ല. നമുക്ക് ഈ ഒരു അവനെ തിരിച്ചു കിട്ടുന്ന അല്ലെങ്കിൽ അവനെ പോലെ കാണാതായ മറ്റ് 2 പേരെയും തിരിച്ചു കിട്ടുന്നവരെ ഈ ഒരു തിരച്ചിൽ യാതൊരു കാരണവശാലും നിർത്താതെ മുന്നോട്ട് പോകണം. പിന്നെ ഒറ്റ കാര്യം കൂടി, 13 ദിവസമായി. അപ്പം അമ്മ ഇപ്പോഴും ചോദിക്കുകയാണ്, എൻ്റെ മകൻ എന്താ പറ്റിയത്? ഈ 13 ദിവസമായിട്ട് നമ്മളെന്താ ഇനി പറയേണ്ടത്? എന്നാ തിരിച്ചു വരിക? ഒന്നും അറിയില്ല. അപ്പം നഷ്ടമായിട്ട് അർജുനെ നമുക്ക് നഷ്ടമായിട്ട് ഈ 13 ദിവസമായി. അപ്പോൾ ഇനിയും 4 ദിവസം നമ്മൾ എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കേണ്ടതെന്നും നമുക്ക് അറിയുന്നില്ല. അപ്പം
എല്ലാവരുടെയും സപ്പോർട്ടോടും ഇതുവരെ നിന്ന് എല്ലാ രീതിയിലും നമുക്ക് തിരച്ചിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ സാറൊക്കെ പറയുന്നുണ്ടെന്ന് പറയാം, CM എല്ലാവരും അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ യാതൊരു കാരണവശാലും തിരച്ചിൽ നിർത്തരുത്, അതിന് എല്ലാ സപ്പോർട്ടും നമുക്ക് വേണം. ഇപ്പോൾ അർജുൻ്റെ സഹോദരി അഞ്ജുവാണ് പ്രതികരിച്ചിരിക്കുന്നത്. വളരെ സെൻസിബിളായിട്ടാണ് അഞ്ജു ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. കർണാടക സർക്കാരും കേരള സർക്കാരും ആ വിഷയത്തിലെടുത്ത എഫേർട്ടിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു. പക്ഷേ അപ്പോഴും തൻ്റെ അമ്മ ചോദിക്കുന്ന ചോദ്യത്തിനൊരു മറുപടി വേണം. തൻ്റെ മകൻ എവിടെ എന്ന ചോദ്യത്തിന് തീർച്ചയായും ഈ രക്ഷാപ്രവർത്തന ദൗത്യം അവസാനിപ്പിക്കരുതെന്ന് എന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. അത് കർണാടക സർക്കാരിനെ ഇനി കേൾക്കാതിരിക്കാൻ കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യവും. റിട്ടയർഡ് മേജർ ജനറൽ M. ഇന്ദ്രബാലൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. M. ഇന്ദ്രബാലൻ, വെരി ഗുഡ് ഈവനിങ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ആഴത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ റെസ്ക്യൂ വളരെ പൊടുന്നതിനെ അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു. താൽക്കാലികമാണ് എന്നാണ് MLA വിശദീകരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നുള്ള മണ്ണുത്തിയിലെ നമ്മളുടെ ഒരു എഞ്ചിനീയർ വികസിപ്പിച്ചെടുത്ത ഒരു ഡ്രെഡ്ജിങ് യന്ത്രം അവിടേക്ക് എത്തണം. അവിടേക്ക് എത്തിയാലും ഈ പുഴയുടെ ഒഴുക്കൊരു പ്രശ്നമാണ്, വിസിബിലിറ്റി പ്രശ്നമാണ്. നമ്മളിതൊക്കെ നേരത്തെ ചർച്ച ചെയ്തു. ഇമ്പോസിബിൾ ആണ് മനുഷ്യനവിടെ ഇറങ്ങുക എന്നുള്ളത്. പക്ഷേ രക്ഷാപ്രവർത്തനം നമ്മൾ ഇങ്ങനെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടിയിരുന്നു എന്ന് റിട്ടയർഡ് മേജർ ജനറൽ M. ഇന്ദ്രബാലിന് തോന്നുന്നുണ്ടോ? അത് ഇറ്റ് ഈസ് നോട്ട് റൈറ്റ് ഓൺ മൈ പാർട്ട് ടു കമൻറ്റ് വാട്ട് ഈ സിവിൽ അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യണം അത് ഞാൻ കമൻറ്റ് ചെയ്യുന്നത് ശരിയല്ല. പിന്നെ ഡെഫിനറ്റ്ലി നമ്മുടെ അർജുനൻ്റെ ഫാമിലിക്ക് പ്രതീക്ഷ ഉണ്ടാവും. ആരായാലും ഉണ്ടാവും, ഞാനായാലും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അതിലൊരു ഡൗട്ടും ഇല്ല. അമ്മയ്ക്കായാലും സിസ്റ്ററിനായാലും ആർക്കായാലും. സോ ആ പ്രതീക്ഷ ഈസ് അണ്ടർസ്റ്റാൻഡബിൾ വെരി മച്ച്. പക്ഷേ ഓൾ ഐ എം സേയിങ് ഈസ് നമുക്ക് അത് ചെയ്തെടുക്കണമെങ്കിൽ ഒരു നല്ല സക്സസ് കിട്ടണമെങ്കിൽ we have to put together a good solution. A good solution is a viable solution. Minimum risk, maximizing returns ആയിട്ട്. അപ്പോൾ അതിൻ്റെ I have suggested 2 methods by which can be done. അവിടുത്തെ MLA ശ്രീ സതീഷ് കൃഷ്ണ is also attempting by dredging operation. കാരണം എന്താണ്, അവരുടെ കയ്യിലുള്ള സംവിധാനം or whatever method they have, that is within his control, is dredging operation. That's why he is employing that. Understandable. But a dredging operation is not a very easy operation, especially if the weather pack-up ആവാൻ പോകണമെങ്കിൽ ആ dredging itself is going to be very challenging. അത് മാത്രമല്ല, ഈ ഡ്രഡ്ജിങ് ചെയ്യുമ്പോൾ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഡേഞ്ചേഴ്സ്. ബിക്കോസ് സീയിൽ ഡ്രഡ്ജിങ് ചെയ്യുമ്പോൾ സീ ഈസ് എ വെരി സ്റ്റേബിൾ തിങ്. 2 knots കറണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇൻ സീ ആ ഡ്രഡ്ജർ ഈസ് സ്റ്റേബിൾ. When you get into a river, that also 6, 7, 8 knots of current, dredger and unstable. അപ്പോൾ നമ്മൾ കണ്ടില്ല, ഡൈവർ അകത്ത് പോയി, വെരി ബ്രേവ് മാൻ, he went inside, but ultimately endangered his life. We are very fortunate അവരുടെ ലൈഫ് സേവ് ആയിന്ന്. അതേപോലെ നമ്മൾ ഡ്രഡ്ജർ കൊണ്ടുവന്നാലും ഈ കറണ്ടിൽ, ഈ സ്പീഡിൽ, ഇറ്റ് വിൽ ബി അനദർ ഡിസാസ്റ്റർ ആവാൻ ചാൻസ് ഉണ്ട്. ആ ഡിസാസ്റ്റർ ആയി കഴിഞ്ഞാൽ നൗ വി ആർ ഗോയിങ് ടു ഹാവ് വൺ, ഓൾറെഡി വി ആർ സെർച്ചിങ് സോ മച്ച് ടു മേക്ക് ഷുവർ ദാറ്റ് അർജുനൻ റിട്ടേൺസ് ഹോം. അതിൻ്റെ പുറകെ വേറൊരു ഡിസാസ്റ്റർ കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ആർ ഹാൻഡിൽ ചെയ്യും? ഡു ദേ ഹാവ് ദറ്റ് കപ്പാസിറ്റി? ഓൾറെഡി ദേ ആർ റണ്ണിങ് ഔട്ട് ഓഫ് ദർ കപ്പാസിറ്റി. ഇനി അവരെ ഒരു കപ്പാസിറ്റി കൂടുതൽ ചെയ്യാൻ നോക്കിയാൽ ഇറ്റ് ക്യാൻ എൻഡ് അപ്പ് ഇൻ എ സിറ്റുവേഷൻ വിച്ച് ഇസ് അൺമാനേജബിൾ. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ് നമുക്ക് അർജുനനെ തിരിച്ചു കൊണ്ടുവരണം. ഓൾ ഓഫ് us want that. How to do it in the safest possible manner, and അതിനെ ഒരു എഞ്ചിനീയറിംഗ് വിധങ്ങൾ ഉപയോഗിച്ചിട്ട് ഇൻ എ വെരി ഇന്നോവേറ്റീവ് വേ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെയാണ് സൊല്യൂഷൻ കൊടുത്തിരിക്കുന്നത്. ഇഫ് ഇറ്റ് ഈസ് അക്സെപ്റ്റഡ് ടു ദെം, ഐ എം ദെയർ വിത്ത് ദെം. ഐ വിൽ അഗെയിൻ ഗോ ഇഫ് റിക്വയർഡ് to make sure that this is planned properly and executed properly. നമ്മുടെ സർവീസസും എൻ്റെ എൽഡർ ബ്രദർ മേജർ രാജേന്ദ്രൻ ഉണ്ട്. ഈസ് എ റിക്കവറി എക്സ്പേർട്ട്. He was in the core of EME. അവരൊക്കെ ഭയങ്കര റിക്കവറി എക്സ്പേർട്സ് ആണ്. I will again take his not only radar expert, he is a recovery expert also. So I can take all that help and we can plan a beautiful operation. But my only submit, അതിനെ ഒന്ന് പതുക്കെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യണം, ഒരു പ്രഷറായിട്ട് ചെയ്യാൻ പാടില്ല. അപ്പോഴേ നമുക്ക് സക്സസ് കിട്ടുള്ളൂ. ഈസ് ഓൾ മൈ ഒരു ഹംബിൾ സബ്മിഷൻ. ഓക്കെ, താങ്ക് യു ഇന്ദ്രബാലൻ. വളരെ സെൻസിബിളായിട്ട് ഇന്ദ്രബാലൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അതായത് നമുക്ക് കുറച്ച് ടൈം എടുത്തു തന്നെ അത് ചെയ്യേണ്ടതുണ്ട്. റെസ്ക്യൂ ഓപ്പറേഷൻ അവസാനിപ്പിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇന്ദ്രബാലൻ പറയുന്നത്. പക്ഷേ അത് സമ്മർദ്ദത്തോടു കൂടി ചെയ്യരുത്. ടെക്നിക്കൽ എക്സ്പേർട്ടിനെസ് അതിനകത്ത് ഉപയോഗിക്കുകയും വേണം. MLA ഇപ്പോൾ മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ പറഞ്ഞതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കേരള സർക്കാർ വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടു. പക്ഷേ കർണാടക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രഷറായി മാറിയിട്ടുണ്ട്. ആ പ്രഷറിൽ കഴിഞ്ഞ 7 ദിവസമാണ് ഇത് ആക്റ്റീവായ ഈ തെരച്ചിൽ നടക്കുന്നത്.
അതിനു മുമ്പ് സാവധാനം എല്ലാ പ്രവർത്തനങ്ങളും ഡീറെയിൽഡ് ആയിരുന്നു, പാളം തെറ്റിയ പ്രവർത്തനമായിരുന്നു. നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ അത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചതുമാണ്. അപ്പോൾ 7 ദിവസത്തെ ആർമി, നേവി, NDRF, ഇന്ദ്രബാലൻ്റെ സംഘം എല്ലാവരും എത്തി പ്രവർത്തനം നടത്തി. ഒടുവിൽ മാൽപ്പയെ കൊണ്ടുവന്നു. ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നാണ് കർണാടക സർക്കാർ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതെത്രമാത്രം ശരിയാണ് വിജയൻ? അല്ല, ഇവിടെ വളരെ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാ യോഗത്തിലും നേരത്തെ ഓരോ സംവിധാനങ്ങൾ, കാരണം ഇത് നമ്മളായി മുന്നോട്ട് വെക്കുന്നതല്ല, പല ടെക്നീഷ്യൻസ്, പല കേന്ദ്രത്തിൽ നിന്ന് പറയുന്ന അഭിപ്രായങ്ങൾ, ഇവർക്ക് തന്നെ വിദഗ്ധരിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോന്നും കൊണ്ടുവരാം. പാൻറ്റൂൺ ആയാലും ഡ്രഡ്ജിങ് ആയാലും അല്ലെങ്കിൽ ടഗ് ബോട്ട് ആയാലും ഇതൊക്കെ കൊണ്ടുവരാം എന്ന് ഇവർ തന്നെ പറയുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ ആ യോഗത്തിൽ ചോദിക്കുന്നത് ഇത് എപ്പോഴാണ് വരിക എന്നുള്ളതാണ്. ഇവർ തന്നെ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശത്തെ തീർച്ചയായും നമ്മൾ അംഗീകരിക്കുകയും ഇതെത്തും എന്നൊക്കെ പറയുന്നു. ഞാൻ ഇന്നലെ തന്നെ റിപ്പോർട്ടറിൻ്റെ ചർച്ചയിൽ അങ്ങ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു വൈകുന്നേരത്തോടുകൂടി രാജസ്ഥാനിൽ നിന്നുള്ള സംഘം പ്രത്യേകമായി എത്തുമെന്നാണ്. പക്ഷേ ഇന്ന് രാവിലെ ചോദിക്കുമ്പോൾ പറയുകയാണ് അത് ഫീസിബിൾ അല്ല, അതുകൊണ്ട് അവരെത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം രാത്രി വരെ എത്തും എന്ന് പറയുന്ന സംഘം രാവിലെ ആകുമ്പോൾ അത് ഫീസിബിൾ അല്ല, അതുകൊണ്ട് അവർ വരേണ്ടതില്ല എന്ന് ഞങ്ങൾ ഡിസിഷൻ എടുത്തു എന്ന് പറയുന്നിടത്താണ് ഞങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നത്. അതുപോലെ ഒറ്റ കാര്യം, ഞാനിവിടെ ഒരിക്കലും ഇവിടുത്തെ MLA-മാരോട് മോശമായി അങ്ങനെയൊന്നൊരു സമീപനത്തിലേക്കല്ല ഞാൻ പോകുന്നത്. ഇവിടുത്തെ MLA ഉൾപ്പെടെ എടുത്ത എഫേർട്ടിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇന്ന് 3 മണിക്ക് കാലാവസ്ഥ അനുകൂലമായിരുന്നു, മഴയുണ്ടായിരുന്നില്ല, ജലനിരപ്പ് താണിരുന്നു, നല്ല വെളിച്ചമുണ്ടായിരുന്നു. പക്ഷേ 3 മണിക്ക് ഞങ്ങൾ 3 MLA-മാരും ഇവിടെയുണ്ട്, അതിനൊക്കെ പോയിന്റിലുണ്ട്. പക്ഷേ പെട്ടെന്നാണ് ഈ ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം നിർത്തുന്നു എന്ന പ്രഖ്യാപനം ഉണ്ടാകുമ്പോഴേക്കും ബോട്ടുകളെല്ലാം കരക്കെത്തിയിരുന്നു. അവിടെയാണ് ഞങ്ങളൊരു പ്രയാസം പങ്കുവെച്ചത്. പ്രതിഷേധമായിട്ടൊന്നുമല്ല, ഞങ്ങൾ പറഞ്ഞൊരു പ്രയാസം. ഞങ്ങൾ 3 പേർ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇന്ന് കണ്ടിന്യൂ ചെയ്യും എന്ന് പറഞ്ഞ നിങ്ങൾ വളരെ പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കുമ്പോഴുണ്ടാകുന്ന അപ്പോൾ അവർ നമ്മളോട് പറയുന്നത് 4 ദിവസത്തേക്ക് നിർത്തുക എന്ന് പറഞ്ഞ ആശങ്ക ഞങ്ങൾ അപ്പോൾ തന്നെ അറിയിച്ചു. 4 ദിവസത്തേക്ക് നിർത്തുക എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ആശങ്ക എന്ത്? പിന്നീടാണ് ഞങ്ങളുടെ ഇവിടുത്തെ മിനിസ്റ്റർ ഞങ്ങളെ 3 MLA-മാരെയും ഇവിടുത്തെ MLA-യും ജില്ലാ കളക്ടറും ചേർന്നുകൊണ്ടുള്ള യോഗത്തിൽ വിളിച്ചത്. ആ യോഗത്തിൽ ഞങ്ങൾ ഈ ആവശ്യം പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഒരിക്കലും നിർത്തരുത്, ഞങ്ങളുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണം, അപ്പോൾ നിർത്തരുത് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊരു തൃച്ചി എന്നാണ് ആദ്യം പറഞ്ഞത്, തൃച്ചിയിൽ നിന്ന് പ്രത്യേകമായ സംവിധാനം കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ജില്ലാ കളക്ടർ പറഞ്ഞത് സാർ അതല്ല തൃച്ചിയല്ല തൃശ്ശൂരാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു തൃശ്ശൂരാണെങ്കിൽ ഞങ്ങളുടെ മാക്സിമം ഹെൽപ്പ് തരാം. കാരണം റിപ്പോർട്ടിൽ തന്നെ പുറത്തുവിട്ടൊരു വാർത്തയിൽ നമ്മൾ ഈ തൃശ്ശൂരിലെ ഉപകരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം നമ്മളോടൊപ്പം ഇപ്പോൾ ചേരും. നിതിൻ ലാൽ എന്ന് പറയുന്ന മണ്ണുത്തിയിലെ എഞ്ചിനീയറാണ്. അദ്ദേഹം തന്നെ വികസിപ്പിച്ചൊരു ലോക്കൽ ഡ്രഡ്ജിങ് യന്ത്രമുണ്ട്. അത് ഈ പുഴയിലും പാടത്തുമൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ആ ഡ്രഡ്ജിങ് യന്ത്രത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ തൃശ്ശൂർ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഞങ്ങൾ യോഗത്തിൽ നിന്ന് തൃശ്ശൂർ ജില്ലാ കലക്ടറെ ഞങ്ങൾ ബന്ധപ്പെട്ടു, ഞങ്ങൾ മന്ത്രിമാരെ വിളിച്ചു. ഞങ്ങൾ അപ്പോൾ തന്നെ ഇവിടെയുള്ള ഫിഷറീസ് മന്ത്രിയെയും MLA-യും കലക്ടറെയും ഞങ്ങൾ അറിയിച്ചു. കാരണം പ്രൊസീജിയർ ഇവർ നടത്തേണ്ടതാണ്. കാരണം ഇവരുടെ അടുത്തേക്ക് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇവിടെ ഇതാണല്ലോ ഡിസിഷൻ എടുക്കേണ്ടത്. നിങ്ങൾ ഡിസിഷൻ എടുക്കൂ, വിത്തിൻ 24 അവർ അത് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ കൂടി ചെയ്യാം, നിങ്ങൾ നിർത്തരുത്. വിത്തിൻ 24 അവർ ഞങ്ങൾ എത്തിച്ചേക്കാനുള്ള എല്ലാ സംവിധാനവും ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴാണ് അവർ വീണ്ടും ഡിസ്കഷൻ മാറ്റിയത്. അപ്പോൾ അവർ പറയുകയാണ് അല്ല, സാധനം പെട്ടെന്ന് എത്തിക്കേണ്ടതില്ല, ആദ്യം ടെക്നീഷ്യൻ വരട്ടെ, ടെക്നീഷ്യൻ വന്ന് ഫീസിബിലിറ്റി നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സ്വാഭാവികമായിട്ട് ഊഹിക്കാൻ പറ്റുന്ന ഒന്നാണല്ലോ, ഞങ്ങൾ വിത്തിൻ 24 അവേഴ്സ് ആ സംവിധാനത്തെ എത്തിക്കാൻ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ തയ്യാറാണ് എന്ന് അറിയിച്ചപ്പോഴാണ് പറയുന്നത് മിഷനറി വരണ്ട, ടെക്നീഷ്യൻ വന്ന് ഫീസിബിലിറ്റി നോക്കട്ടെ. പ്രധാനപ്പെട്ട കാര്യം അതാണ്, എഞ്ചിൻ കൊണ്ടുവരാൻ നമുക്ക് കഴിയാമെന്ന് പറയുമ്പോഴും ഈ ടെക്നിക്കൽ ഫീസിബിലിറ്റി നോക്കട്ടെ എന്ന് വീണ്ടും ഒരു പരിമിതി പറയുകയാണ്. ശരി, താങ്ക് യു വിജയ്. എനിക്കറിയാം മറ്റൊരു ചാനലിൽ അങ്ങേക്ക് ചർച്ചയ്ക്ക് ഒറ്റ കാര്യം കൂടി സൂചിപ്പിച്ച്, അതായത് ഈ ടെക്നിക്കൽ പരിമിതി പറഞ്ഞതിന് ശേഷം ഇവർ ആവർത്തിച്ചു ഞങ്ങളോട് ഞങ്ങളിത് നിർത്തുന്നില്ല, ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും. ഞങ്ങൾ ചോദിച്ചു എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യുക? അപ്പോൾ പറയുകയാണ് പുഴയിലൊന്നും ഞങ്ങൾ ചെയ്യില്ല, കരയിൽ. ഞങ്ങൾ ചോദിച്ചു കരയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാനാണ്? സ്പോട്ട് പുഴയിലാണ്, ആ പുഴയിൽ ചെയ്യാതെ കരയിൽ നിന്ന് ചെയ്യുന്നു, ഞങ്ങൾ തുടരും എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ആ നിലയിലാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇവർ മറുപടി തരുന്നത്. ഞങ്ങൾ പറഞ്ഞ അങ്ങനെയല്ല, നിങ്ങൾ പുഴയിൽ കൂടി ചെയ്യണം, നേരത്തെ പറഞ്ഞ സാങ്കേതിക വിദ്യയിൽ എത്തിക്കണം, ഞങ്ങളുടെ ഭാഗത്തുള്ള മാക്സിമം വേഗത്തിൽ എത്തിക്കാൻ ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞപ്പോഴും ഇത് താൽക്കാലികമായി നിർത്തത്തക്ക നിലയിൽ പുഴ തെളിയട്ടെ എന്നൊരു സമീപനം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു. അത് സെപ്റ്റംബറിൽ തെളിയുമെന്ന് ഇവിടുത്തെ പ്രദേശവാസികൾ പറഞ്ഞതാണ്. ആ നിലയിലേക്കാണോ ഇവർ പോകുന്നത്? ഞങ്ങൾ ആശങ്കപ്പെട്ട് ഞങ്ങൾ പറഞ്ഞു ഇത് തുടരണം. കറക്റ്റ്. ഓക്കെ, താങ്ക് യു വിജിൽ. ഇനിയിപ്പോൾ എനിക്ക് ഒരിക്കൽ കൂടി ഒന്ന് ഞാൻ ഇന്ദ്രബാലിലേക്ക് പോകുന്നു.
റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രപാലൻ, ഈ പുഴ തെളിയുന്നതുവരെ കാത്തിരിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാവുന്ന ഒരു ഓപ്ഷനാണോ? ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എന്താണ് നോക്കേണ്ടത്? വാട്ട് ഈസ് അവർ ഒബ്ജക്റ്റീവ്? ഒബ്ജക്റ്റീവ് ഇസ് നമുക്ക് അർജുനനെ സേഫായിട്ട് പുറത്തു കൊണ്ടുവരണം. അവരുടെ ഫാമിലിയുടെ അർജുനനെ കൊണ്ടുപോയി വി ഹാവ് ടു ഏൽപ്പിക്കണം. ദാറ്റ് ഈസ് അവർ ഒബ്ജക്റ്റീവ്. അത് എങ്ങനെയാണ് സക്സസ് ആവുക? Will it succeed if you wait for 2 days? Will it succeed if you do it immediately? Will it succeed if you do it after 4 days? That is the engineering question. It is not an emotional question. അപ്പോൾ എഞ്ചിനീയറിംഗ് ക്വസ്റ്റനിൽ അതിനെപ്പറ്റി അറിവുന്ന ആൾക്കാർ ഇരുന്നിട്ട് ഇഫ് ദി അഡ്വൈസ് ദി ഡിസ്ട്രിക്ട് അഡ്മിഷൻ കറക്റ്റ്ലി നമുക്കൊരു മെറ്റിക്കുലസ്ലി ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇഫ് യു മേക്ക് ഇറ്റ് എൻ ഇമോഷണൽ ഇഷ്യൂ, അപ്പോൾ യെസ് ഡെഫിനറ്റ്ലി ഓൾ ഓഫ് us ആർ ഇമോഷണൽ അബൌട്ട് ഇറ്റ്. അതൊരു ഡൗട്ടും ഇല്ല, ഞാനും ഇമോഷണലായി കളയും മെനി ചാൻസ്. പക്ഷെ നമുക്ക് സക്സസ് വേണമെങ്കിൽ വി ഹാവ് ടു ബാലൻസ് ദ ടു. ആ ബാലൻസ് ഞാൻ പറയുന്നത് rather than speculating 4 ദിവസം കഴിഞ്ഞ് ചെയ്യണോ 3 ദിവസം കഴിഞ്ഞ്, that is not the point. The point is let us sit, discuss, get the right people and say we are finding a solution and then find a solution. Adil it may sometimes take 4 days to start the work, it may take more days to start the work. We may be the 2 solutions നാം കൊടുത്ത 2 സൊല്യൂഷനും 6-7 knots കറന്റ് ഫീസിബിൾ ആണ്. സോ ഫുൾ കറന്റ് 2 knot വരെ പോകാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതിൽ. പക്ഷെ അതിന് വേറെ ചാലഞ്ചസ് ഉണ്ട്. അതെല്ലാം ഒരു കോംപ്രിഹെൻസീവായി സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതിന് എക്സ്പേർട്സ് ഹാവ് ടു കം ആൻഡ് ഡിസ്കസ് ആൻഡ് ടേക്ക് എ കോൾ. അപ്പോൾ ഐ തിങ്ക് വി നീഡ് ടു ഗിവ് സം ടൈം ടു ദ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ടു കൺസോളിഡേറ്റ് ദംസെൽവ്സ് ആൻഡ് മേക്ക് എ ഡീസന്റ് പ്ലാൻ. അതാണ് നീതീകരിക്കത്തക്കതാണ്. പക്ഷേ അഡ്വക്കേറ്റ് കെ ആർ സുഭാഷ് ചന്ദ്രൻ, തുടക്കം മുതൽ ഇങ്ങോട്ട് ഏകോപനമില്ലായ്മയാണോ ഈ രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ നമ്മൾ കാണുന്നത്? അവസാനിക്കുമ്പോഴും അങ്ങനെയാണ്. കാരണം തലേ ദിവസം പോണ്ടൂൺസിനെ കുറിച്ച് പറയുന്നു, രാവിലെ ആകുമ്പോൾ പൊടുതിനെ തീരുമാനം മാറുന്നു, സംസ്ഥാനത്തുള്ള മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഒരു തീരുമാനം എടുക്കുന്നു, 3 മണിയാകുമ്പോൾ ആ തീരുമാനവും മാറുന്നു, വളരെ പെട്ടെന്ന് ബോട്ടുകൾ കരയ്ക്ക് കയറുന്ന ഒരു അവസ്ഥയുണ്ടാവുന്നു. അപ്പോൾ തുടക്കത്തിലുണ്ടായിരുന്ന ഏകോപനമില്ലായ്മയും ഈ രക്ഷാപ്രവർത്തന ദൗത്യം അവസാനിപ്പിക്കുമ്പോഴും ഉണ്ടാവുന്നു എന്നതാണോ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കെ ആർ സുഭാഷ് ചന്ദ്രൻ. അരുൺ, ഞാൻ മേജർ ജനറൽ പറഞ്ഞ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ പറഞ്ഞ കാര്യത്തോട് പിന്നെ സ്നേഹപൂർവ്വം ചില കാര്യങ്ങൾ വിയോജിക്കട്ടെ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ സെൻസിബിളായി നമുക്ക് മനസ്സിലാക്കാമെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു, നമ്മളിത് സയൻറ്റിഫിക്കായി വളരെ ശാസ്ത്രീയമായും സമഗ്രമായും കാര്യങ്ങളൊക്കെ ചെയ്യണം, അതിന് സമയമെടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ സ്വാഭാവികമായും ഈ നദിയെക്കുറിച്ച്, ഈ ഗംഗാവലി പുഴയെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകേണ്ട ആളുകളാണ് അവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ നാട്ടിലുള്ള, എൻ്റെ വീടിന് സമീപത്തോട് കടന്നു പോകുന്ന ഭാരതപ്പുഴയെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. അവിടെ ഓരോ കാലഘട്ടത്തിലും ഓരോ സീസണിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എവിടെ എങ്ങനെയാണെന്ന് എനിക്ക് ആ നാട്ടുകാരനെന്ന രീതിയിൽ ബോധ്യമുണ്ട്. അതുപോലെ തന്നെ ആ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് ആ പുഴയുടെ സ്വഭാവം എന്താണ്, ഗംഗാവലി പുഴയുടെ സ്വഭാവം എന്താണെന്നുള്ളതിനെക്കുറിച്ച് നല്ല ധാരണയും അവിടെ എങ്ങനെ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം, നടത്തണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടാകണമായിരുന്നു. അത് അവിടെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ ക്രോണോളജി നമ്മൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഏതാണ്ട് 20-ാം തീയതിയോടുകൂടിയാണ് ഒരു സമഗ്രമായ ഒരു തിരച്ചിൽ ആരംഭിക്കുന്നത്. ആദ്യം വന്ന ഈ പറയുന്ന ആർമി സൈന്യത്തെ വിളിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് സൈന്യത്തിൽ എഞ്ചിനീയറിംഗ് വിങ്ങിനെ വിളിക്കുന്നതിന് പകരം ഒരു സൈന്യത്തിന്റെ വിഭാഗത്തെ വിളിക്കുന്നു, കാലാൾപ്പടയെ വിളിക്കുന്നു. അവർക്ക് അവിടെ വന്ന് കൃത്യമായ സപ്പോർട്ട് ഇല്ലാതെ, ഞാൻ മനസ്സിലാക്കുന്നത് ബാംഗ്ലൂരിൽ തന്നെ ആർമിയുടെ എഞ്ചിനീയറിംഗ് വിങ് ഒന്നുണ്ട്. ആ എഞ്ചിനീയറിംഗ് വിങ്ങിനെ ആദ്യഘട്ടത്തിൽ തന്നെ കൊണ്ടുവരുന്നതിനകത്ത് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ പരാജയപ്പെടുന്നു. പിന്നീട് നമ്മൾ കണ്ടതാണ് തിരച്ചിലിന് വേണ്ടി ബാറ്ററി ഡൽഹിയിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി എത്ര സമയമെടുത്തു എന്നുള്ളത്. അപ്പൊ സമയബന്ധിതമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിനും നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ, ഈ കർണാടക അഡ്മിനിസ്ട്രേഷൻ വന്ന പരാജയം, അത് വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു സംഭവമായി ഈ ശിരൂർ സംഭവം മാറുകയാണ്. അതിന് ഈ ഒരു 3 മനുഷ്യജീവനുകൾക്ക് പുല്ലുവിലയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ മാറുന്നു. അത് 1 ജീവനായാലും 3 ജീവനായാലും അല്ലെങ്കിൽ എത്ര ജീവനാവട്ടെ, ആ മനുഷ്യജീവന് ഈ നാട്ടിൽ ഒരു വിലയുമില്ല എന്നുള്ള സമീപനത്തിലേക്ക് ഒരു ഭരണകൂടം മാറുന്ന സമയത്ത്, രാഷ്ട്രീയ നേതൃത്വവും അഡ്മിനിസ്ട്രേഷനും മാറുന്ന സമയത്ത് അതിനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല, അതിനെ ചോദ്യം ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു നല്ല ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കേസ് നടത്തുന്നത്. സ്വാഭാവികമായി ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഏതൊക്കെ തരത്തിലാണ് ഇവരുടെ പരാജയം ഉണ്ടായിരിക്കുന്ന അഡ്മിനിസ്ട്രേഷന്റെ സമയാസമയങ്ങളിൽ സമയബന്ധിതമായി എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വരുന്ന വീഴ്ച നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നമ്മൾ തന്നെ കണ്ടു. ഇതിനകത്ത് പുതിയ ഉപകരണങ്ങൾ വരുന്നു, ഈ ഈശ്വരനെ പോലെയുള്ള ആളുകൾ വരുന്നു. ഇവരെയൊക്കെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും ഇത്തരത്തിലുള്ള സാധ്യതകളും എല്ലാം ഉണ്ട് എന്ന് അറിയുന്ന ആളുകളാണ് ഈ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ. അവരെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ മിഷന്റെ ആദ്യഘട്ടത്തിൽ തന്നെ എത്തിക്കുന്നതിൽ. ഓക്കെ, അവസാനിപ്പിക്കാം. 2 വാചകത്തിൽ നമുക്ക് 1 മിനിറ്റുള്ള അവസാനിപ്പിക്കാം. സുഭാഷ് ചന്ദ്രൻ തുടർന്നോളൂ. അപ്പൊ ഇത്തരത്തിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ
ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന രീതിയിൽ ഒരു പരാജയം ഉണ്ടാകുന്ന സമയത്ത് ഇനി നമ്മുടെ നാട്ടിൽ ഒരു അർജുൻ ഉണ്ടാകാൻ പാടില്ല. ഈ അർജുനെ നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്, അർജുനെ നമുക്ക് തിരികെ കൊണ്ടുവരേണ്ടതുണ്ട്. നേരത്തെ അഞ്ജു സൂചിപ്പിച്ചതുപോലെ ആ അമ്മയ്ക്കും ഈ അർജുനെ കാത്തിരിക്കുന്ന ആളുകൾക്കും ഒരു മറുപടി നൽകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇനി ഒരു അർജുൻ ഈ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. ഈ രാജ്യത്തും ഇതുപോലെ തന്നെ കർണാടകത്തിനകത്തും ഇതുപോലെ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഇത്തരം ഒരു അനുഭവം മറ്റൊരാൾക്കും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇതിനാവശ്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ തുടരാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായും അർജുന്റെ കുടുംബത്തിന് അത് ആശ്വാസകരമായിരിക്കുകയും ചെയ്യും. ആ 13 ചോദ്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നു. ചോദ്യം 1, 16-ാം തീയതി രാവിലെ നടന്ന ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിൽ ഏകോപനമില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? ചോദ്യം നമ്പർ 2, 17-ാം തീയതി ലോറി ഉടമയും ബന്ധുക്കളും അങ്കോലയിലെത്തി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചുവെങ്കിലും 19-ാം തീയതിയാണ് റിപ്പോർട്ട് ചെയ്തത് എന്ന് കളവ് ഹൈക്കോടതിയിൽ പറഞ്ഞത് എന്തിനാണ്? ചോദ്യം നമ്പർ 3, ഇതുപോലൊരു ദുരന്തമുഖത്ത് പരിചയസമ്പത്തില്ലാത്ത ജില്ലാ ഭരണകൂടത്തിന് കഴിവില്ലെന്നറിഞ്ഞിട്ടും ആർമിയെ വിളിക്കാൻ ഈ കുടുംബം ആവശ്യപ്പെട്ടിട്ടും 4 നാൾ വൈകിയത് എന്തുകൊണ്ടാണ്? ചോദ്യം നമ്പർ 4, ലോറി കാണാതായി എന്നറിഞ്ഞിട്ടും മെറ്റൽ ഡിറ്റക്ടറോ റഡാറോ എത്തിക്കാൻ 5 നാൾ വൈകിയത് എന്തുകൊണ്ടാണ്? ചോദ്യം നമ്പർ 5, ആദ്യഘട്ടത്തിൽ സമ്മർദ്ദമുണ്ടാകും വരെ ദൃശ്യമാധ്യമങ്ങൾക്ക് പലപ്പോഴും ദൃശ്യം പകർത്താൻ വിലക്കേർപ്പെടുത്തിയത് എന്തിനാണ്? ചോദ്യം നമ്പർ 6, മാധ്യമങ്ങൾ സമ്മർദ്ദം ചെലുത്തും വരെ ഓഫീസ് ടൈമിൽ മാത്രം രക്ഷാപ്രവർത്തനം ഒതുക്കിയത് എന്തുകൊണ്ടാണ്? ചോദ്യം നമ്പർ 7, കുടുംബാംഗങ്ങൾക്ക് സംഭവസ്ഥലത്തേക്ക് പോകാനുള്ള അനുമതി പാസ് 10 നാൾ വൈകിയത് എന്തുകൊണ്ടാണ്? ചോദ്യം നമ്പർ 8, 16-ാം തീയതി അപകടം നടന്ന് 1 മണിക്കൂറിനുള്ളിൽ ലോറിയിലെ തടി മറുകരയിലെ ഗ്രാമീണർ ശേഖരിച്ചിട്ടും ആ തടിയിൽ ഡീസൽ സാന്നിധ്യമുണ്ടെന്നറിഞ്ഞിട്ടും ആ വിവരം പോലീസ് അറിയാതെ പോയത് എന്തുകൊണ്ടാണ്? ചോദ്യം നമ്പർ 9, എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമുള്ള ആർമി യൂണിറ്റിനു പകരം യന്ത്രസഹായമില്ലാതെ മറാത്ത യൂണിറ്റിലെ സേനാംഗങ്ങളെ മാത്രം വിളിച്ചത് എന്തുകൊണ്ടാണ്? ചോദ്യം നമ്പർ 10, വിദഗ്ധരുടെ സേവനം തേടാതെ സിവിലിയൻ രക്ഷാപ്രവർത്തകരെ ആശ്രയിച്ചത് എന്തുകൊണ്ടാണ്? ചോദ്യം നമ്പർ 11, ആരുമായും കൂടിയാലോചിക്കാതെ കാലാവസ്ഥ അനുകൂലമായിട്ടും രക്ഷാപ്രവർത്തനം പൊടുന്നനെ അവസാനിപ്പിച്ചത് എന്തിനാണ്? ചോദ്യം നമ്പർ 12, ജില്ലാ ചുമതലയുള്ള മന്ത്രിയെ ചുമതലയേൽപ്പിക്കാതെ ഒരു MLAയും പരിചയമില്ലാത്ത ജില്ലാ ഭരണകൂടത്തെയും മാത്രം ചുമതലയേൽപ്പിച്ചത് എന്തുകൊണ്ടാണ്? ചോദ്യം നമ്പർ 13, അർജുന്റെ അമ്മയ്ക്കും കുടുംബത്തിനും ഉത്തരം നൽകുന്നത് ആരാണ്? ഈ ചോദ്യങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് അർജുൻ മിഷൻ താൽക്കാലികമെന്ന വണ്ണം അവസാനിപ്പിച്ചിരിക്കുന്നുവെന്ന നിരാശാജനകമായ വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഇനി മണ്ണുത്തിയിൽ നിന്ന് നിധിൻലാൽ വികസിപ്പിച്ചെടുത്ത യന്ത്രമെത്തിയാൽ അതിന് സാങ്കേതിക അനുമതി നൽകണം. അല്ലെങ്കിൽ പുഴയിലെ നീരൊഴുക്ക് കുറയുന്നതുവരെ, പുഴ തെളിയും വരെ നമ്മൾ കാത്തിരിക്കണം. അതുമാത്രമാണ് കുടുംബത്തിനോട് ഇപ്പോൾ കർണാടക സർക്കാരിനുള്ള മറുപടി എന്നാണ് മനസ്സിലാക്കുന്നത്. സർക്കാർ പറയുന്നു രക്ഷാപ്രവർത്തനം തുടരും അടുത്ത ഘട്ടത്തിലെന്ന് നമുക്ക് വിശ്വസിക്കാം.